നമുക്ക് പേൾ ക്രീം ഷെയ്ഡിൽ ഡിഫറെൻറ്റ് കളേഴ്സിലും അല്ലാതെ സെൽഫ് ടോണിലും എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ദേശി രസൻ്റെ സാരി കൊടുക്കുന്ന അതേ ഫീലിലും അതേ ലുക്കിലും നിൽക്കുന്ന സാരീസാണ് ഇത്. അപ്പം അതിനകത്ത് നമ്മളൊരു പേളിൻ്റെ സെറ്റൊക്കെ വെച്ച് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിച്ച് ലുക്ക് തോന്നുന്ന സാരീസുമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവ് കമൻറ്റ് കിട്ടിയ ഒരു സാരീസാണ് ഈ സാരീസ്. ഉടുത്തു കഴിയുമ്പോഴും നല്ലൊരു റിച്ച് ലുക്കാണ് ഈ സാരീസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2850 ആണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഈ ഡിസൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഡിസൈനാണ്. ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ബേസ് കളർ എല്ലാം സെയിം തന്നെയാണ്. നമ്മുടെ ദേശി ടസറിൻ്റെ സാരി വരുന്ന അതേ കളറാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കളർ നമുക്ക് ഭയങ്കര റെയറായിട്ടാണ് നമ്മുടെ ഇങ്ങനെ സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സാരീസിൽ കിട്ടാറുള്ളൂ. ഇത് കറക്റ്റ് ദേശി ടസറിൻ്റെ അതേ ലുക്കിലും ഫീലിലും നിൽക്കുന്ന സാരീസ്. അതിനകത്ത് ഇതുപോലെ ഉണ്ട് ത്രെഡിൻ്റെ ഒരു ലൈറ്റ് ഗോൾഡൻ, അതായത് ഈ ബേസ് കളറിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു ലൈറ്റ് ഗോൾഡൻ സെറിയും കൂടെ ചേർന്നിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ്. ഇങ്ങനെ സ്മോൾ ഡിസൈനാണ് ഓൾ ഓവർ ദ ബോഡിയിൽ വന്നിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെയുള്ള ഒരു ത്രെഡ് വീവ് ഡിസൈൻ രണ്ട് ബോർഡേഴ്സിലും വരും. പിന്നെ നമുക്ക് മുന്താണിയിലേക്ക് വരുമ്പോൾ അതേപോലെ തന്നെയാണ്. ഇതേപോലെ ഒരു ത്രെഡ് വീവ്, ഒരു ചെറിയൊരു ജൂട്ട് ഫീൽഡ് വരും ആ ഒരു മുന്താണി. ടാസൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. അതിൻ്റെ ബ്ലൗസ് വരുമ്പോഴും ഇതുപോലെ തന്നെ ഒരു ത്രെഡ് വീവ് ഡിസൈനിലേക്കാണ് ബ്ലൗസ് വരുന്നത്. ഇതിൻ്റെ പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഹാഫ് പോർഷനിലാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. 2850 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആണ്, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. നമുക്ക് ഒരു ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം, അല്ലാതെ നമുക്കൊരു അമ്പലത്തിൽ പോകുമ്പോഴോ പള്ളിയിൽ പോകുമ്പോഴോ ഒക്കെ ഉടുക്കാൻ പറ്റുന്ന ടൈപ്പ് സാരീസ്. ഇതൊരു ഫംഗ്ഷനൊക്കെ നമ്മൾ ഉടുക്കുവാണെങ്കിൽ ഇതിനകത്തൊക്കെ ഒരു പേളിൻ്റെ സെറ്റൊക്കെ പെയർ ചെയ്ത് ഇട്ടാൽ നല്ല റിച്ച് ലുക്ക് തോന്നുന്ന സാരീസാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ ഡിസൈൻ. ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി മുന്താണിയും ബ്ലൗസൊക്കെ എല്ലാത്തിൻ്റെ സെയിം തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് ത്രെഡിൻ്റെ മാത്രം സെൽഫ് കളറിലുള്ള ത്രെഡിൻ്റെ മാത്രം എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഫുൾ ബോഡിയിൽ. ഇതേപോലെ ബ്യൂട്ടിഫുൾ സാരീസ്. 2850. ഞാൻ എപ്പോഴും പറയും ഈ കളറിലുള്ളൊരു സാരിയൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ വാർഡ്രോബിൽ വേണം. നമുക്ക് പല ഒക്കേഷൻസിനും എടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. അതുമല്ല ഈ ഒരു കളറ് എന്ന് പറഞ്ഞാൽ നല്ലൊരു റിച്ച് ലുക്ക് തോന്നുന്ന കളറുമാണ് ഇതിൻ്റെ. അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത്, അടുത്ത ഡിസൈൻ വരുമ്പോൾ രണ്ട് ബോർഡറിൻ്റെ ഈ ഒരു ത്രെഡ് വീവ് ഡിസൈൻ കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ചെക്ക് പാറ്റേൺ വരും. ഇങ്ങനെ ഒരു ചെക്ക് പാറ്റേൺ വന്നിട്ട് കണ്ടോ, ഇതേപോലെ ഒരു ഡിസൈൻ. അത് കഴിഞ്ഞ് ബോഡിയിൽ ഈ ഡിസൈൻ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട്. അതേപോലെ തന്നെ രണ്ട് സൈഡിലും ഈ ഒരു ചെക്ക് പാറ്റേണും ഈ ഒരു ഡിസൈനും കൂടെയാണ് വരുന്നത്. ബ്ലൗസും മുന്താണിയൊക്കെ എല്ലാത്തിൻ്റെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും വർക്ക് വരുന്നത്. ഇത് ഒട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാരീസ് അല്ല. 1 ലെയർ ഇടേണ്ടവർക്ക് നമുക്ക് 1 ലെയർ ഇടാൻ. കണ്ടോ, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. 1 ലെയർ ഇടേണ്ടവർക്ക് 1 ലെയർ ഇടാം. പ്ലീറ്റ് ചെയ്തിടേണ്ടവർക്ക് പ്ലീറ്റ് ചെയ്തിടാം. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, സോഫ്റ്റ് ആണ്, ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലുമാണ്. അടുത്ത ഡിസൈൻ. ഇതും ഇതുപോലെ തന്നെ ത്രെഡ് വീവ് ഡിസൈൻ വരുന്ന സാരി. കണ്ടോ, ഇതേപോലെ സെൽഫ് ടോണിൽ ത്രെഡ് വീവ് ഡിസൈൻ ഈ ഒരു ഷേപ്പിലാണ് സാരിയുടെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഓവറോൾ ബോഡിയിൽ നല്ലൊരു കളക്ഷനാണ് കേട്ടോ. അടുത്ത ഡിസൈൻ. ഇനി ഇതിനകത്ത് ഡിസൈൻ മാത്രം നോക്കിയാൽ മതി, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത്. കണ്ടോ, ഇതുപോലെ വരും അടുത്ത ഡിസൈൻ. കണ്ടോ, അടുത്തത് വരുമ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഡിസൈൻ വരുമ്പോൾ ത്രെഡിൻ്റെ വീവ് ഇവിടെ വരും. അടുത്ത ലെയർ വരുമ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ സെറിയുടെ വീവ്. അങ്ങനെ ത്രെഡ്, ലൈറ്റ് ഗോൾഡൻ സെറി, അങ്ങനെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സാരീസ് ആട്ടോ. നമുക്ക് എങ്ങനെ വേണേലും ഡ്രൈ ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഷാമ്പൂലൊക്കെ വാഷ് ചെയ്ത് അങ്ങ് ഉപയോഗിച്ചാൽ മതി. ഇനി വരുന്നത് നമുക്ക് ഡിഫറെൻറ്റ് കളർ ത്രെഡ് വീവും കൂടെ വരുന്ന സാരീസ്.
ഇതേ ഇതേപോലെ ഡിഫറെൻറ്റ് കളർ ത്രെഡ് വ്യൂ വരുന്ന സാരി കണ്ടോ. ഓൾ ഓവർ ദ ബോഡിയിൽ ഈ ഒരു ലൈറ്റ് പീച്ച് കണ്ടോ, അങ്ങനെ ഒരു പേസ്റ്റൽ ഗ്രീൻ അങ്ങനെയൊക്കെയുള്ള ഷെയ്ഡിൽ ആണ് അതിൻ്റെ ത്രെഡ് വ്യൂ വന്നിരിക്കുന്നത്. ബാക്കി ബ്ലൗസും മുന്താണിയൊക്കെ നമ്മുടെ ആദ്യം കാണിച്ച സാരിയുടെ അതേ പാറ്റേൺ തന്നെ. 2850 ആണ് ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത്. അടുത്തത് നോക്കിയാൽ അടുത്തതൊരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയിൽ വരുന്ന സാരി. ഇതേപോലെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി. അതിൻ്റെ ആ ത്രെഡ് കളർ എല്ലാത്തിൻ്റെ സെയിം തന്നെയാണ് കേട്ടോ, ജസ്റ്റ് ഡിസൈനിലുള്ള ഡിഫറൻസ് ആണ് വരുന്നത്. അടുത്തത് വരുന്ന വേറൊരു ഡിസൈൻ. ഇങ്ങനെയാണ് അടുത്തത് വരുന്നത്. ഇതേപോലെ ഒരു വെർട്ടിക്കൽ പാറ്റേണിൽ വന്നിട്ട് ഇങ്ങനെ ലീഫ് ഡിസൈൻ കൊടുത്തിരിക്കുന്നു. അടുത്ത ഡിസൈൻ ഇതാണ്. അടുത്ത ഡിസൈൻ വരുന്ന ഒരു ഇതേപോലെ ഒരു ഫ്ലവറും സ്റ്റെമ്മും കൂടെയുള്ള ഒരു ഡിസൈൻ. എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് 2850. മുന്താണി ബ്ലൗസൊക്കെ എല്ലാത്തിൻ്റെ സെയിം തന്നെയാണ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.